ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ വരുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കോഴ്സുകളെയും അതിലേക്ക് വരുന്ന എൻട്രൻസിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏപ്രിൽ മാസത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ എല്ലാവരും കണ്ടു കാണും. അതിൽ വരുന്നത് MPEd, BPEd, അതുപോലെ തന്നെ BPS 4 ഇയർ, അങ്ങനെ കുറച്ച് കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ എത്ര സ്കോർ വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായിക്കും. ഏതൊക്കെ മാർഗത്തിലാണ് നമുക്ക് ഓരോ പോയിന്റുകൾ സ്കോർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് ഹാംഫർ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹാംഫർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഹാംഫർ ടെസ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലേ. ഹാംഫർ ടെസ്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ അലയൻസ് ഫോർ ഹെൽത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിക്രിയേഷൻ ആൻഡ് ഡാൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം കൂടെ വരുന്നുണ്ട്, റിട്ടൺ എക്സാം, എൻട്രൻസ് എക്സാം. ഈ റിട്ടൺ എക്സാം പ്ലസ് ഫിസിക്കൽ ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ഡെവലപ്പായി വരുന്നത് 1958 എന്ത് ചെയ്തത്, ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ 7 ബാറ്ററീസ് ആയിരുന്നു, ടെസ്റ്റ് ബാറ്ററീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് 1975 അത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തതിന് ശേഷം ഹാംഫർ ടെസ്റ്റ് എന്ന പേരിൽ ഇത് പബ്ലിഷ് ചെയ്യണ്ടായി. അപ്പോൾ അതിൽ നമ്മുടെ 7 ബാറ്ററീസ് ഉള്ളത് 6 ബാറ്ററീസ് ആയിട്ട് കുറച്ചു. ഈ ബാറ്ററീസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഐറ്റമുകളാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ളത് 1975 ഡെവലപ്പായിട്ടുള്ള ഹാംഫർ ടെസ്റ്റാണ് ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ 6 ബാറ്ററീസാണ്, ടെസ്റ്റ് ബാറ്ററീസാണ് വരുന്നത്. അപ്പോൾ ആ 6 ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാംഫർ യൂത്ത് ഫിറ്റ്നസ് ടെസ്റ്റിൽ 6 ഐറ്റംസ്. ഒന്ന് പുള്ളപ്പാണ്. പുള്ളപ്പ് നമുക്ക് അറിയുന്നതാണ്, അത് ബോയ്സിന് വേണ്ടിയിട്ടാണ് പുള്ളപ്പ്. ഫ്ലെക്സ്ഡ് ഹാം ഹാങ് ഗേൾസിന് വേണ്ടിയിട്ടും, ബെൻഡ് നീ സിറ്റപ്പ്, അതുപോലെ തന്നെ ഷട്ടിൽ റണ്ണ്, ബാക്കിയൊക്കെ കോമൺ ആണ്. ചില ടെസ്റ്റുകൾ ഈ ഗേൾസിനും ബോയ്സിനും വ്യത്യസ്ത രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷട്ടിൽ റണ്ണ്, സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ്, 50 യാർഡ് ഡാഷ്, അതുപോലെ തന്നെ 600 യാർഡ് ഡാഷ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണെന്നത് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ പുഷപ്പ് നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഷോൾഡർ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, ബെൻഡ് നീ സിറ്റപ്പ് അബ്ഡോമിനൽ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നതിനും, ഷട്ടിൽ റണ്ണ് എജിലിറ്റി മെഷർ ചെയ്യുന്നതിനും, സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നതിനും, 50 യാർഡ് ഡാഷ് സ്പീഡ് മെഷർ ചെയ്യുന്നതിനും, 600 യാർഡ് ഡാഷ് കാർഡിയോ വസ്കുലർ എൻഡുറൻസിന് മെഷർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം, 6 ബാറ്ററീസ് ആണുള്ളത്, 6 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ബോഡിയിലുള്ള ഓരോ പാർട്സ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കണ്ടത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. പ്രൊഫൈൽ റെക്കോർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊരു ടെസ്റ്റിനും ഇത്തരത്തിലുള്ള ഒരു ഷീറ്റ് കാണും. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സ്കോറും വ്യക്തമായിട്ട് അതിൽ നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർഡാണ്, സ്കോർ കാർഡ് വേണമെന്ന് പറയാം. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുകളിൽ നമ്മൾ ഈ കൾച്ചറിലോടത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടെസ്റ്റ് ബാറ്ററീസ് എന്തൊക്കെയാണ്. പുള്ളപ്പ്, അതുപോലെ തന്നെ സിറ്റപ്പ്, ഓരോ മുകളിലായിട്ട് 6 ബാറ്ററീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 5 to 100 ആണ് സ്കോർ പറഞ്ഞിട്ടുള്ളത്, 5 to 100 ആണ്. അപ്പോൾ ഓരോ ടെസ്റ്റ് ബാറ്ററിയും 100 മാർക്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 6 ബാറ്ററീസ് ഉണ്ട് നിലവിൽ. അപ്പോൾ അതിൽ 5 to 100 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്കോർ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും സ്കോർ എങ്ങനെയൊക്കെ ഇത്രയൊക്കെ സ്കോറിലാണെന്ന് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓരോന്ന് എടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടത്
പുള്ളപ്പാണ്. പുള്ളപ്പ് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിൽ കൂടെ ഈ പുള്ളപ്പ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ ബോയ്സിന് വേണ്ടിയിട്ടാണ് പുള്ളപ്പ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് എനിക്ക് സെമിനാറായിട്ട് കിട്ടിയൊരു ടോപ്പിക്കാണ് ടെസ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന MPEDനും BPEDനൊക്കെ ഉള്ളൊരു സബ്ജക്റ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ സെമിനാറായിട്ട് കിട്ടിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തൊരു സ്ലൈഡാണ്. അപ്പോൾ അതിന് ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് നമ്മൾ ഷോൾഡർ സ്ട്രെങ്ത് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണെന്ന് ഒരു ഹൊറിസോണ്ടൽ ബാർ ഉണ്ടാവും, അതിന് മുകളിലായിട്ടായിരിക്കും നമ്മുടെ ചിഹ്ന് പ്ലേസ് ചെയ്യേണ്ടത്. ഇത് താഴോട്ട് വരികയാണെങ്കിൽ എന്താവും, അത് ഫോളാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഫാറ്റിക് നമ്മളൊന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കിക്ക് ചെയ്യും കാലൊക്കെ അല്ലേ, സ്വിങ് ചെയ്യും കാല് ഈ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത്, അതൊക്കെ ഫൗളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാല് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത്, കൈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ഉണ്ടല്ലോ, അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടോയൊന്നും ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ, ഇതൊക്കെ ഒഫീഷ്യൽസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഫോർവേഡ് ഹാൻഡ് ഹോൾഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രിപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ ബാറിൽ ഹൊറിസോണ്ടൽ ബാറിൽ ഗ്രിപ്പ് ചെയ്യുന്നത് ഫോർവേഡ് ഹാൻഡ് ഗ്രിപ്പിൽ വേണം ഹോൾഡ് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം സ്കോറിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ദ കംപ്ലീറ്റ് പുള്ളപ്സ്, അതായത് എത്രണ്ണം ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടണം, 100 പോയിൻ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 15 പുള്ളപ്പുകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ടെസ്റ്റിന്, ഫിസിക്കൽ ടെസ്റ്റിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ, അതായത് 100 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എണ്ണം ചെയ്യണം, 15 എണ്ണം വേണം ചെയ്യാൻ. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അപ്പോൾ 100 മാർക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ 15 എണ്ണം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ചുള്ള മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 അപ്പോൾ അതിൽ നിങ്ങളുടെ മാക്സിമം ചെയ്യുക, അതിനനുസരിച്ചുള്ള മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഇത് ഏജ് അടിസ്ഥാനത്തിലുള്ള സ്കോറിംഗ് ആണ്. അപ്പോൾ ഇതൊന്നും നോക്കണ്ട, ഇവിടെ 100 മാർക്കിലാണ് പോയിന്റിലാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലെക്സ്ഡ് ആം ഹാങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ബോയ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗേൾസിന് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ്ഡ് ആം, കൈ ഇങ്ങനെ ഫ്ലെക്സ്ഡ് രൂപത്തിലായിട്ട് നമ്മുടെ ചിഹ്ന് ആ ബാറിന് മുകളിലായിട്ട് ഹാങ് ചെയ്ത് കിടക്കുക. അതായത് ഹാങ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എത്രത്തോളം സമയം ഹാങ് ചെയ്ത് ഗേൾസ് കിടക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഈ ഒരു ടെസ്റ്റിൽ അവരുടെ സ്കോറ് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്കറിയാം സമയം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും സ്കോർ ചെയ്യുന്നതെങ്കിൽ പോലും ഇതിനാവശ്യമായിട്ട് സ്റ്റോപ്പ് വാച്ചൊക്കെ വരുന്നുണ്ട്, എക്യുപ്മെൻറ്റിൽ സ്റ്റോപ്പ് വാച്ചൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ചിഹ്ന് ആ ബാറിന് താഴേക്ക് ഡ്രോപ്പായിട്ട് വരുന്ന സമയത്ത് അത് ഫൗളായിട്ട് വിളിക്കും, ടൈം സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ചിഹ്ന് ബാറിൽ ടച്ച് ചെയ്താൽ, നമ്മുടെ ഹാങ് ചെയ്ത ബാറിൽ ചിഹ്ന് ടച്ച് ചെയ്താൽ ചിഹ്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫൗളായിട്ട് കണക്കാക്കും. ഇത് ഏജ് അടിസ്ഥാനത്തിൽ അതിൻ്റെ സ്കോറിംഗ് ആണ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഏജ് അടിസ്ഥാനത്തിലുള്ള സ്കോർ കൊടുത്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഷട്ടിൽ റണ്ണാണ് അടുത്തത്. ഷട്ടിൽ റൺ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. 30 ഫീറ്റിൽ 2 വുഡൻ ബ്ലോക്കുകൾ വെച്ചിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് ഫിനിഷിംഗ് ലൈനിൽ സ്റ്റാർട്ടിംഗ് ലൈനിൽ തന്നെ കൊണ്ടുവച്ചിട്ട് ഫിനിഷിംഗ് ലൈനിലേക്ക് റൺ ചെയ്യുന്ന ഒരു സ്റ്റെപ്സാണ് ഷട്ടിൽ റണ്ണിൽ വരുന്നത്. ഓക്കെ, ഷട്ടിൽ റണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഒരു സ്റ്റാർട്ടിംഗ് ലൈനും അതുപോലെ തന്നെ വുഡൻ ബ്ലോക്ക് ഉണ്ടാവും, അത് കളക്ട് ചെയ്യുക, അത് ഇവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അങ്ങോട്ട് റൺ ചെയ്യുക. അതും സമയത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഷട്ടിൽ റണ്ണ് വരുന്നത്. ഓക്കെ, അതിൽ നെക്സ്റ്റ് ഇതൊക്കെ അതിൻ്റെ സ്കോറിംഗ് ആണ്. ഷട്ടിൽ റൺ 9 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 പോയിൻറ്റ്സ് കിട്ടും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇതിൽ. ഓക്കെ, അപ്പോൾ 100 പോയിൻറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 9 സെക്കൻഡിനുള്ളിൽ തന്നെ ഓടിയിട്ട് 30 ഫീറ്റേ ഉണ്ടാവുള്ളൂ ഡിസ്റ്റൻസ്, അതിനുള്ളിൽ ഓടി പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് പൂർത്തീകരിക്കണം. ഞാൻ ഒന്നുകൂടെ സ്പീഡാക്കി പറഞ്ഞു പോവുകയാണ്. സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പാണ് അടുത്തത്. സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് നിങ്ങൾ 2.45 ആണ് നിങ്ങൾ ജമ്പ് ചെയ്യേണ്ടത്. ഒരു ജമ്പാണല്ലോ, അപ്പോൾ 2.45 ജമ്പ് ചെയ്താൽ നിങ്ങൾക്ക് 100 പോയിൻറ്റ് സ്കോർ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ എന്ത് മെഷർ ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്ത്, ലെഗിൻ്റെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് അഥവാ സ്റ്റാൻഡിങ് ലോങ് ജമ്പ് മെഷർ ചെയ്യുന്നത്. ഇതിന്
ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൻ്റെ പുറകിലായിട്ട് നിന്നിട്ട് ഹാം ആക്ഷൻ ഇട്ടിട്ട് ബെസ്റ്റ് ഓഫ് 3 തവണ ചാൻസ് വരും. എന്നിട്ട് അതിൽ ബെസ്റ്റ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഇനി നെക്സ്റ്റ് 15 യാർഡ് ഡാഷ്, അത് സ്പീഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ബാറ്ററി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു ഫിനിഷിംഗ് പോയിൻറ്റും അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കാണും. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ നിന്നുള്ള സിഗ്നൽ റെഡി ഗോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും സ്പീഡിൽ എത്രയും പെട്ടെന്ന് അവിടെ എത്താനുള്ള അത്രയും സ്പീഡിൽ നിങ്ങൾ റൺ ചെയ്യുക. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ എത്തുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ സ്കോർ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിറ്റപ്പാണ്. സിറ്റപ്പിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒഫീഷ്യൽസ് അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾ, സ്റ്റുഡൻസ് നിങ്ങളുടെ കാല് ഇതുപോലെ ഹാങ് ചെയ്ത് പിടിക്കും. എന്നിട്ട് 1 മിനിറ്റ് ടൈം, അതായത് 30 സെക്കൻഡ് 1 മിനിറ്റ് ടൈം തരും. അതിനനുസരിച്ച് നിങ്ങൾ എത്ര സിറ്റപ്പ് ചെയ്യുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൽ മാർക്ക് സ്കോർ വരുന്നത്, പോയിൻ്റ് വരുന്നത്. 100 പോയിൻ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ 50 സിറ്റപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടെസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒഫീഷ്യൽസ് ശ്രദ്ധിച്ചോളും. നിങ്ങളുടെ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന് പറയാനുള്ളത്. സ്കോർ എന്ന് പറയുന്നത് ആ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന സിറ്റപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറ്. ഓക്കെ, ഇത് സിറ്റപ്പാണ്. അപ്പോൾ സിറ്റപ്പ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അധികം കാല് വൈഡായിട്ട് ഒന്നും വയ്ക്കാൻ പാടില്ല. 90 ഡിഗ്രിയുടെ താഴെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കാല് വേണ്ടത്. അതിനേക്കാൾ കൂടുതൽ വൈഡാക്കാനൊന്നും പാടില്ല. ഓക്കെ, പിന്നെ അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 600 യാർഡ് റൺ ഓർ വാക്കാണ്. ഇത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡുറൻസ് ആണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. മെഷർ കാർഡിയോ വാസ്കുലർ എൻഡുറൻസ്, കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ്. ഓക്കെ, ഇതിൽ എന്തുണ്ട്, ഒരു 400 മീറ്ററിൻ്റെ ട്രാക്കിലായിരിക്കും ഇത്. ഈ ചിത്രത്തിൽ കാണുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുമ്പ് നടന്നിട്ടുള്ള ഒരു ടെസ്റ്റിൻ്റെ ഫോട്ടോ ആണ്. ഇതേ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ എൻഡുറൻസ് ടെസ്റ്റ് വരുന്നത് എങ്കിൽ ഈ സിന്തറ്റിക് ട്രാക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സിന്തറ്റിക് ട്രാക്കിൽ റൺ ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ഒരു ഷൂ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കാലിന് വളരെയധികം അത് നെഗറ്റീവായിട്ട് ബാധിക്കും. പലർക്കും പല ബൾജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്. അപ്പോൾ ഷൂ ഉപയോഗിക്കുക, സ്ട്രെച്ചൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇറങ്ങുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്പീഡ് ഇവിടെ കാണിക്കുക. നടന്നിട്ടോ അല്ലെങ്കിൽ ഓടിയിട്ടോ ആണ് ചെയ്യേണ്ടെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ സമയമാണ് നമ്മളിവിടെ കണക്കാക്കുക. അപ്പോൾ 1.38 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ 600 യാർഡ് റണ്ണ് ഓർ വാക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.38 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 പോയിൻ്റാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 6 ബാറ്ററീസിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിതിലുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഓരോ ടെസ്റ്റ് ബാറ്ററീസിൻ്റെയും എടുത്തെടുത്ത് പറഞ്ഞ് അതിൻ്റെ സ്കോർ ഇവിടെ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കമൻറ്റിൽ ചോദിക്കാം. ഇനി പറയാനുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് സെൻട്രൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ GCP ഗവൺമെൻറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഉണ്ട്, ഹീസ്റ്റീലിലായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ചക്കിട്ടപ്പാറ B.Ed കോളേജ് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ളതും ഈ ഒരു എൻട്രൻസ് മുഖാന്തരമാണ് വരുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ചക്കിട്ടപ്പാറയിൽ BPS ആണ് അവിടെ വരുന്നത്. അത് 4 ഇയർ കോഴ്സാണ് വരുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് MPEdലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ. അത് ഡിഗ്രി കഴിഞ്ഞിട്ട് ആയിരിക്കില്ല വരേണ്ടത്, +2 കഴിഞ്ഞിട്ട് വരുന്ന കോഴ്സായിരിക്കും. അപ്പോൾ +2 ആണ് അതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ടെസ്റ്റിൽ മാത്രം പ്രാധാന്യം കൊടുക്കാതെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ റിട്ടേൺ എക്സാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. പലരും റിട്ടേൺ എക്സാം ഒന്ന് പുറകോട്ട് വയ്ക്കും, പക്ഷെ അതൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ. അതുപോലെ തന്നെ ഇതിലേക്ക് കടന്നു വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്കോപ്പ്
ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു കോഴ്സ് എടുക്കുക. നിങ്ങളുടെ ഒരു സമയത്തുള്ള ഒരു താല്പര്യം കൊണ്ട് ഒരിക്കലും ഈ കോഴ്സ് എടുക്കരുത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട്, അടുത്തുള്ള ടീച്ചേഴ്സിനോടോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനോടോ, അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുള്ള ആളുകളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെയാണ് ഇത് നേരിട്ട് കൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ ഈ ഒരു ഫീൽഡ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഏപ്രിൽ 15 വരെ ആയിരുന്നു 2024 ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 26-ാം തീയതി വരെ ഈ കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഓരോ വിദ്യാർത്ഥികളും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം, അറിയുന്ന ആളുകൾ ചുറ്റുവട്ടത്തും ഉണ്ടാവും, സ്കൂളുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം വരിക. ഒരിക്കലും ആദ്യത്തെ ഒരു താല്പര്യം, സ്പോർട്സിനോട് താല്പര്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വരരുത്. കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പഠനവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ ഇതിനാവശ്യമാണ്. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പോൾ GCPയിൽ ഏതൊക്കെ കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, GCP എന്ന് പറയുന്നത് ഗവൺമെൻറ് ഈസ്റ്റ് ഹില്ലിലുള്ള ഒരു ഗവൺമെൻറ് കോളേജാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ. അവിടെ MPEd വരുന്നുണ്ട്, അതുപോലെ തന്നെ BPEഡും. MPEഡിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BPEd ആണ്. BPEഡിൻ്റെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് 4 വർഷത്തെ +2 കഴിഞ്ഞ് വരുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 4 വർഷത്തെ കോഴ്സും GCPയിൽ അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ളത് സെൻട്രൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ വരുന്നത് ഇതുപോലെ തന്നെ MPEഡും അതുപോലെ BPEഡും. MPEഡിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BPEd ആണ്. BPEഡിന് 2 ഇയർ BPEd ആണ്. അത് ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് BPSഉം ഇവിടെ അവൈലബിൾ ആണ്. BPS ആണ്, BPEd അല്ല. 4 ഇയർ BPS ആണ് ഇപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതുപോലെ തന്നെ ചക്കിട്ടപ്പാറ അവിടെ ആ കോളേജിനും വരുന്നത് BPS ആണ്, 4 ഇയർ. അത് കഴിഞ്ഞിട്ട് MPEഡിന് ഉള്ളൊരു യോഗ്യത കൂടെയാണ്. അത് BPEd മാത്രം വെച്ചും നമുക്ക് കേട്ടറ്റും ഉപയോഗിച്ച് നമുക്ക് ടീച്ചിങ് ചെയ്യാൻ പറ്റും ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ. ഓക്കെ, ഈ കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികളിലുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി, LNCP തിരുവനന്തപുരം, ഇടുക്കി മൂലമറ്റം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്.